നമ്മൾ ഡെയിലി ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വെബ്സൈറ്റുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റിൽ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വളരെ ബേസിക് ആയിട്ട് ഒരു വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് തൊട്ട് ഒരു മോഡേൺ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണം, ബട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല, ഒരു സെർവർ എന്താണ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്, റിയാക്ട് JS എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. സോ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്? വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷവും ആ ഒരു വെബ്സൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 ലാംഗ്വേജസ് ആണ് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബ്രൗസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഒരു ബ്രൗസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, സപ്പോസ് എനിക്ക് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം മൊബൈൽ ഓപ്പൺ ചെയ്ത് ബ്രൗസർ ഓപ്പൺ ചെയ്യും അല്ലേ. ബ്രൗസറിൽ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യും, കുറച്ച് സെർച്ച് റിസൾട്ട് വരും. അതിൽ www.facebook.com എന്ന് പറയുന്ന ആ ഒരു URL ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ടൊരു റിക്വസ്റ്റ് പോകും. സെർവർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറാണ്. ആ ഒരു കമ്പ്യൂട്ടറിൽ ഫുൾ ടൈം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവും. സെർവറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വരുന്ന റിക്വസ്റ്റിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. സോ ഞാൻ ആ ഒരു URL ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ടൊരു റിക്വസ്റ്റ് പോയി, ദെൻ സെർവറിൽ നിന്ന് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ഒരു HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ തിരിച്ച് നമ്മുടെ ബ്രൗസറിൽ കൊണ്ടുവന്ന് ബ്രൗസർ ആ ഫയൽസിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രീനിൽ ഒരു വെബ്സൈറ്റ് കാണുന്നത്. സോ ഒരു ബ്രൗസറിന് മനസ്സിലാവുന്ന 3 ലാംഗ്വേജസ് ആണ് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 ടെക്നോളജീസ് ആണ് ഇതെല്ലാം. സോ ഇനി നമുക്ക് HTML എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ HTML യൂസ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ കണ്ടൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വെബ്സൈറ്റിനകത്ത് ആദ്യം വരേണ്ടത് ഒരു ഹെഡിങ് ആണോ, ഹെഡിങ്ങിന് താഴെ ഒരു പാരഗ്രാഫിന് താഴെയായിട്ടൊരു ടേബിളിന് താഴെ ഒരു ഇമേജ്. സോ ആ ഒരു സ്ട്രക്ചറിനെയും കണ്ടൻറ്റിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിനെ സ്റ്റൈൽ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ HTML യൂസ് ചെയ്ത് എൻ്റെ വെബ്സൈറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു. ആ ഹെഡിങ്ങിന് ഡിഫോൾട്ടായിട്ടൊരു ഫോണ്ട് സൈസ് ഉണ്ടാവും. ഡിഫോൾട്ടായിട്ട് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. എനിക്കത് ചേഞ്ച് ചെയ്യണം. ആ ഒരു ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, ഫോണ്ട് സൈസ് കൂട്ടണം, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. സോ HTML സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും CSS വെബ്സൈറ്റിനെ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ റോൾ എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഫംഗ്ഷനാലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിനകത്ത് ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബട്ടന് താഴെയായിട്ടൊരു ഇമേജ് വരണം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രോബബിലി ഒരു ഫോം ഉണ്ടാവില്ല. ആ ഫോമിനകത്ത് നിന്ന് ഡേറ്റ എടുത്തിട്ട് സെർവറിലോട്ട് അയക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരായിരിക്കും? ജാവാസ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഒരു വെബ്സൈറ്റിനകത്തോട്ട് ഫംഗ്ഷനാലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ HTML കണ്ടന്റിനെയും സ്ട്രക്ചറിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, CSS സ്റ്റൈലിങ്ങിന്, വെബ്സൈറ്റിനകത്ത് ഫംഗ്ഷനാലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നു. സോ ഒരു നോർമൽ വെബ്സൈറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ടൊരു റിക്വസ്റ്റ് പോകും. ദെൻ സെർവറിൽ നിന്ന് തിരിച്ച് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ തിരിച്ച് നമ്മുടെ ബ്രൗസറിൽ കൊണ്ടുവരും അല്ലേ. എന്നിട്ടാണ് വെബ്സൈറ്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഇവിടെ ഞാൻ ആദ്യം ആ ഒരു വെബ്സൈറ്റ് ലോഡായ ടൈമിൽ, അതായത് HTML ഫയലൊക്കെ ലോഡായ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വെബ്സൈറ്റിനകത്തൊരു ബട്ടൺ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ ഞാൻ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയായിട്ടൊരു ഇമേജ് വരണം അല്ലേ. ഈ ഇമേജ് ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെർവറിലാണ്. സോ ഞാൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ടൊരു റിക്വസ്റ്റ് പോകുന്നുണ്ട്. ദെൻ സെർവറിൽ അവിടെ പുതിയൊരു HTML ഫയൽ ജനറേറ്റ് ആവും. ആ ജനറേറ്റ് ആവുന്ന HTML ഫയലിനകത്ത് ആ ബട്ടന് താഴെയായിട്ട് ഇമേജ് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? പുതിയൊരു HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ തിരിച്ച് നമ്മുടെ ബ്രൗസറിൽ വരും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ക്രീനിൽ പുതിയൊരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഒരു നോർമൽ വെബ്സൈറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ യൂസർ ഓരോ പ്രാവശ്യം ആ ഒരു വെബ്സൈറ്റായി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും? സെർവറിലോട്ട് പോയിട്ട് പുതിയ ഫയൽസ് അവിടെ ജനറേറ്റ് ആവും. ദെൻ വെബ്സൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്. ഇതിൽ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഏതൊരു യൂസർ ആ ഒരു വെബ്സൈറ്റിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്ക്രീനിൽ സെയിം കണ്ടന്റ് ആയിരിക്കും കാണുന്നത്. ഞാൻ വിസിറ്റ് ചെയ്താലും കാണുന്നത് സെയിം കണ്ടന്റ് ആയിരിക്കും, നിങ്ങൾ വിസിറ്റ് ചെയ്താലും കാണുന്നത് സെയിം കണ്ടന്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റായിട്ട് യൂസറിന് ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. സോ അങ്ങനെയുള്ള വെബ്സൈറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മതി? HTML, CSS മാത്രം മതി. കാരണം എന്താണ്? അവിടെ നമ്മൾ യൂസർ
യൂസറിന് പ്രത്യേകിച്ചും ചെയ്യാനൊന്നും പറ്റത്തില്ല, ഫംഗ്ഷനാലിറ്റി ഒന്നുമില്ല, ജസ്റ്റ് അവിടെ കണ്ടന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ദെൻ ഒരു ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വെബ്സൈറ്റായിട്ട് യൂസറിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഓരോ യൂസറിനനുസരിച്ചിട്ട് ആ ഒരു വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോ അങ്ങനെയുള്ള വെബ്സൈറ്റിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡേറ്റ വെച്ചിട്ടുള്ള വെബ്സൈറ്റാണ് ഞാൻ അവിടെ കാണുന്നത്, അല്ലേ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ആ വെബ്സൈറ്റിനകത്ത് കാണുന്നത്. ബട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഡേറ്റ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നത്, അല്ലേ. അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിനകത്ത് എനിക്കൊരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, ഒരു പ്രൊഫൈൽ ലൈക്ക് ചെയ്യാൻ പറ്റും, ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, അങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആ ഒരു വെബ്സൈറ്റിനകത്തുണ്ടല്ലേ. സോ ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു വെബ്സൈറ്റിനെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിനെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂസർ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, ആംഗുലർ, Vue.js പോലുള്ളതെല്ലാം എല്ലാ ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഓർ സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു സെർവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെർവറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വരുന്ന റിക്വസ്റ്റിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സെർവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവറിനകത്ത് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ്ങിലായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡേറ്റാബേസും ഉണ്ടാവും. ഈ ആപ്ലിക്കേഷനാണ് തീരുമാനിക്കുന്നത് വരുന്ന റിക്വസ്റ്റിനനുസരിച്ചിട്ട് എന്ത് റെസ്പോൺസ് അയക്കണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള റിക്വസ്റ്റ് ആയിരിക്കും ഒരു സെർവറിലോട്ട് വരുന്നത്. ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ ഒരു യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് ആയിരിക്കും സെർവറിലോട്ട് പോകുന്നത്. ഒരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് ആയിരിക്കും പോകുന്നത്. ഒരു യൂസർ വേറൊരു ആളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അയക്കേണ്ടത് ക്ലിക്ക് ചെയ്ത പ്രൊഫൈലിലുള്ള ആളുടെ ഡീറ്റെയിൽസ് ആണല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള റിക്വസ്റ്റ് ആയിരിക്കും ഒരു സെർവറിലോട്ട് പോകുന്നത്. സോ ഈ വരുന്ന റിക്വസ്റ്റിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ബാക്ക് എൻഡിലോ അല്ലെങ്കിൽ സെർവറിലുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. സോ ആപ്ലിക്കേഷനാണ് വരുന്ന റിക്വസ്റ്റിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു വെബ്സൈറ്റിനകത്തുള്ള യൂസേഴ്സിൻ്റെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഒരാൾ പോസ്റ്റ് ചെയ്ത ഇമേജ് അല്ലെങ്കിൽ പോസ്റ്റൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ലൈക്സും റിവ്യൂസും കമൻറ്റും അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടല്ലേ. സോ ഇങ്ങനെയുള്ള ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെർവർ സൈഡിൽ എപ്പോഴും ഒരു ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. എല്ലാ ഡേറ്റയും സ്റ്റോർ ആവുന്നത് ഈ ഒരു ഡേറ്റാബേസിനകത്തായിരിക്കും. ദെൻ സെർവർ സൈഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ടെക്നോളജീസ് അവൈലബിൾ ആണ്. എക്സ്പ്രസ് യൂസ് ചെയ്യാം, ജാങ്കോ യൂസ് ചെയ്യാം, സ്പ്രിംഗ് ബൂട്ട്, ഹൈബർനേറ്റ്, അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്ത് നമുക്ക് ബാക്ക് എൻഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അതുപോലെ തന്നെ ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡേറ്റാബേസ് നമുക്കുണ്ട്. MySQL ഉണ്ട്, PostgreSQL ഉണ്ട്, MongoDB ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡേറ്റാബേസ് ഉണ്ട്. സോ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ടെക്നോളജീസ് യൂസ് ചെയ്യണം എന്നുള്ളത്. ദെൻ ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റിനെയും ബാക്ക് ആൻഡ് ഡെവലപ്മെൻറ്റിനെയും ഒരുമിച്ചാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് എൻഡും ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരിക്കും, ബാക്ക് എൻഡും ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരിക്കും. ദെൻ വെബ് ഡെവലപ്മെൻറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബബ്ലി കേട്ടിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും റിയാക്ട്, ആംഗുലർ, മേൺസ്റ്റാക്ക് എന്നൊക്കെ പറയുന്നത്. സോ ഇത് നമുക്ക് റിയാക്റ്റും ആംഗുലറൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ അറിയാം ഒരു വെബ്സൈറ്റിനെ ഡൈനാമിക്കും ഇൻട്രാക്റ്റീവും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് വളരെ കോംപ്ലക്സും ഡൈനാമിക്കും ഇൻട്രാക്റ്റീവുമായിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ പ്യുവർ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ ഡെവലപ്പർ നമ്മൾ ഒരുപാട് ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടതായിട്ടുണ്ട്. വളരെ കോംപ്ലക്സ് ആയിരുന്നു അങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ട്, ആംഗുലർ പോലുള്ള ടെക്നോളജീസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ റിയാക്റ്റും ആംഗുലറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വളരെ കോംപ്ലക്സും ഡൈനാമിക്കുമായിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ടെക്നോളജീസാണ് റിയാക്റ്റും ആംഗുലറും എന്ന് പറയുന്നത്. റിയാക്റ്റും ആംഗുലറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഒരു വെബ്സൈറ്റ് റിഫ്രഷ് ആവാതെ തന്നെ ആ ഒരു വെബ്സൈറ്റിനകത്തുള്ള കണ്ടൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. വളരെ സ്മൂത്തും ഫാസ്റ്ററും ആയിരിക്കും. അതുപോലെ തന്നെ റിയാക്റ്റും ആംഗുലർ യൂസ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റിനെ മൾട്ടിപ്പിൾ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഓരോ ഡിവിഷനെയും കമ്പോണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏതൊരു കമ്പോണൻറ്റിലാണ് ചേഞ്ച് വരേണ്ടത് ആ ഒരു കമ്പോണൻറ്റിലെ ഡേറ്റ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗുലറും റിയാക്ട് JS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് റിയാക്ട് JS ആണ്. അതുപോലെ തന്നെ റിയാക്ട് JS ആണ് ആസ് എ ബിഗിനർ നമുക്ക് പഠിച്ചെടുക്കാൻ ഈസി എന്ന് പറയുന്ന റിയാക്ട് JS ആണ്. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് നല്ലൊരു ഫണ്ടമെൻറ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിയാക്ട് JS നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിയാക്ട് JS യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ റിയാക്ട് JSനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ആരാണ്? ഫേസ്ബുക്കാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. then ആംഗുലറിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളാണ്. സോ നിങ്ങൾ HTML CSS ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ സജഷൻ എന്ന് പറയുന്നത് റിയാക്ട് JS പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മേൺ സ്റ്റാക്ക് എന്താണെന്നും ഫുൾ സ്റ്റാക്ക് വിത്ത് പൈതൺ എന്താണെന്നും ഫുൾ സ്റ്റാക്ക് വിത്ത് ജാവ എന്താണെന്നും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ അത് നമുക്ക് മേൺ സ്റ്റാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മേൺ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റാക്ക് ആണ്. അതായത് മേൺ സ്റ്റാക്ക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉൾപ്പെടെ ഒരു വെബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മേണിൽ മെയിനായിട്ട് 4 ടെക്നോളജീസ് ആണ് വരുന്നത്. MongoDB, ExpressJS, റിയാക്ട് JS ആൻഡ് Node.js. ഇതിൽ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്ട് JS ആണ്. ബാക്ക് എൻഡിൽ വരുമ്പോൾ ബാക്ക് എൻഡിൽ നമ്മുടെ സെർവർ സൈഡിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ, അതായത് ആപ്ലിക്കേഷനാണ് തീരുമാനിക്കുന്നത് വരുന്ന റിക്വസ്റ്റിനനുസരിച്ചിട്ട് എന്ത് റെസ്പോൺസ് പോകണം എന്നുള്ളത്. സോ ആ ഒരു സെർവർ സൈഡിൽ ആ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മേണിൽ ഏതാണ്? എക്സ്പ്രസ് എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റാ ബേസ് ആയിട്ട് നമ്മൾ മേണിൽ യൂസ് ചെയ്യുന്നത് MongoDB ആണ്. മേൺ സ്റ്റാക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 4 ടെക്നോളജീസും ബേസ് ചെയ്തിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്താണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഉൾപ്പെടെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫുൾ സ്റ്റാക്ക് വിത്ത് പൈതൺ എന്താണെന്നുള്ളത് നോക്കാം. ഫുൾ സ്റ്റാക്ക് വിത്ത് പൈതൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ടർ, ആംഗുലർ തന്നെയായിരിക്കും. അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ആകെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെർവർ സൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈതൺ ആയിരിക്കും. സോ പൈതനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലാസ്കോ ഓർ ജാങ്കോ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ക് എൻഡിലെ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഡേറ്റാ ബേസ് ആയിട്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പോസ്റ്റ്ഗ്രെ ആണെന്നുണ്ടെങ്കിലും MySQL ആണെന്നുണ്ടെങ്കിലും MongoDB ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ മേൺ സ്റ്റാക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ മീൻ സ്റ്റാക്കും കേട്ടിട്ടുണ്ടാവും. മീൻ സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ 6 മാറിയിട്ട് എന്താവും A ആവും. A കൊണ്ട് ഉദ്ദേശിക്കുന്ന ആംഗുലർ. സോ ഫ്രണ്ട് എൻഡിൽ മീൻ സ്റ്റാക്കിലാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റിന് പകരം ആംഗുലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഫുൾ സ്റ്റാക്ക് വിത്ത് ജാവ ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഫ്രണ്ട് എൻഡിൽ വരുന്ന ടെക്നോളജീസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മൾ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ജാവനെ ബേസ് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് എൻഡിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡേറ്റാ ബേസ് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. സോ മേൺ സ്റ്റാക്കും ഫുൾ സ്റ്റാക്ക് വിത്ത് പൈതനും ഫുൾ സ്റ്റാക്ക് വിത്ത് ജാവയിലൊക്കെ വരുന്ന ഡിഫറൻസസ് ഇതൊക്കെയാണ്. ദെൻ നമുക്ക് ഏതിലെങ്കിലും ഒന്നിൽ നല്ല ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മേൺ സ്റ്റാക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ബേസ് ഉണ്ട്, നല്ല ഫണ്ടമെൻറ്റൽസ് ഉണ്ട്, മേൺ സ്റ്റാക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നല്ലൊരു ഫണ്ടമെൻറ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടെക്നോളജീസിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യുന്നത് വളരെ ഈസിയാണ്. കാരണം നമുക്ക് ആ ഒരു നേക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാത്തിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം എല്ലാത്തിൻ്റെയും സ്റ്റോർ സെയിം ആണല്ലേ. ഇപ്പോൾ നമ്മൾ ജാങ്കോ വെച്ചിട്ടാണ് ജാങ്കോയും ബാക്കെൻഡിൽ ചെയ്യുന്നത് എന്താണ് വരുന്ന റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പോൾ എക്സ്പ്രസ്സിലാണെന്നുണ്ടെങ്കിൽ വരുന്ന റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ ഡേറ്റാ ബേസ് എന്ന് പറയുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്റ്റോറി നമുക്ക് കറക്റ്റ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ദെൻ 2026 നമുക്കൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്കിൽസ് ആണെന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ്, ക്യാപ്പബിലിറ്റി ആൻഡ് ഫാസ്റ്റ് ലേണിംഗ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള സ്കില്ലുണ്ടാവണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള സ്കില്ലുണ്ടാവണം. കാരണം ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ അതിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജി നമ്മൾ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ AI ടൂൾസ് പഠിക്കാൻ അല്ലെങ്കിൽ AI ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. AI ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 2026 നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ടെക്നോളജീസാണ് പഠിക്കേണ്ടത് ആ ഒരു റോഡ് മാപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഞങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. roadmap.sh എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെക്നോളജീസ് പഠിക്കണമെന്നുണ്ട് ആ ടെക്നോളജീസിൻ്റെ ലേറ്റസ്റ്റ് റോഡ് മാപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്സിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പേജിനകത്ത് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാം. ആദ്യം നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിലോട്ട് വരുന്ന ടൈമിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബേസിക് ആയിട്ടുള്ള HTTP എന്താണ്, ഡൊമൈൻ നെയിം എന്താണ്, ഹോസ്റ്റിംഗ് എന്താണ്, DNS എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു ബ്രൗസർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് HTML, CSS, ജാവാസ്ക്രിപ്റ്റിലാണ്. ജാവാസ്ക്രിപ്റ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ട് നോക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു റോഡ് മാപ്പിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അവർ സജസ്റ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിന് ശേഷം റിയാക്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ AI ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് റോഡ് മാപ്പ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും.